നിങ്ങൾക്ക് മിനിമം +2 വിദ്യാഭ്യാസ യോഗ്യതയുണ്ടെങ്കിൽ എന്തുകൊണ്ടും നല്ലൊരു അവസരം ഇപ്പോൾ ഇന്ത്യൻ റെയിൽവേയുടെ കീഴിലേക്ക് വരുന്നുണ്ട്. +2 മാത്രമല്ല, ഡിഗ്രി ഉള്ളവർക്കും അപേക്ഷിക്കാം, മിനിമം +2 ഉള്ളവർക്കും അപേക്ഷിക്കാൻ സാധിക്കും. അപ്പോൾ ഇതിൽ സ്റ്റേഷൻ മാസ്റ്റർ പോസ്റ്റ് ഉണ്ടെന്ന് ശ്രദ്ധിച്ചിരിക്കുക. അതുകൂടാതെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരുപോലെ അപേക്ഷിക്കാൻ സാധിക്കുമെന്നുള്ളൊരു കാര്യം കൂടി ശ്രദ്ധിക്കുക. കേരളത്തിൽ തിരുവനന്തപുരത്ത് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതും മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇങ്ങനെ നിരവധി ഫാക്ടേഴ്സ് ഇതിനെക്കുറിച്ച് പറയാനായിട്ടുണ്ട്. വീഡിയോ കണ്ട് നിങ്ങൾ മനസ്സിലാക്കുക. അതുപോലെ മാക്സിമം ഈ കാര്യം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ 10,000-ൽ കൂടുതലാണ് ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. നമ്മൾ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ വേക്കൻസി ആദ്യം 10,000-ന്റെ അടുത്താണെങ്കിലും പിന്നീട് അത് 18,000-ലേക്ക് ഉയർത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ തന്നെ 10,000-ന്റെ അടുത്ത് ഈ ഒരു പോസ്റ്റിലേക്ക്, അതായത് ഇപ്പോൾ പറയാൻ പോകുന്ന ഈ ഒരു നോട്ടിഫിക്കേഷനിൽ വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കൂടില്ലെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. എന്തായാലും നമുക്ക് വന്നിട്ടുള്ള നോട്ടിഫിക്കേഷന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസിലേക്ക്, അതായത് ഷോർട്ട് നോട്ടീസ് ആണ്, ഏജ് ലിമിറ്റ്, അതുപോലെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ. ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയാനില്ല, +2 അല്ലെങ്കിൽ ഡിഗ്രിയോ മതി. പിന്നെ ഏജ് ലിമിറ്റ്, ബാക്കിയുള്ള ഏജ് റിലാക്സേഷൻ, ബാക്കിയുള്ള ഇതിൻ്റെ ഫീസ്, അപേക്ഷ എപ്പം തുടങ്ങും, ഇതൊക്കെ നമുക്ക് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ഉടനെ ലഭിക്കും. അതിനനുസരിച്ച് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. ഇപ്പോൾ നിലവിൽ പറയാനുള്ളത്, ഇതിൻ്റെ ഒരു ഷോർട്ട് നോട്ടീസ് റെയിൽവേ നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതാണ് ഇന്നത്തെ വീഡിയോ ഭാഗത്തിലൂടെ നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ ഉടനെ ചെയ്യേണ്ട കാര്യമാണ്, ഈ ഒരു വീഡിയോ ഭാഗം മാക്സിമം നിങ്ങൾ സുഹൃത്തുക്കളിലേക്കും, അതുപോലെ തന്നെ ഇന്ത്യൻ റെയിൽവേയുടെ കീഴിലൊക്കെ ജോലി ആഗ്രഹിക്കുന്ന നിരവധി പേര് നമ്മളുടെ ഇടയിലുണ്ടാവും. അപ്പോൾ അവരിലേക്കെല്ലാം മാക്സിമം പെട്ടെന്ന് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എന്തുകൊണ്ടും നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഗവൺമെന്റ് ഓഫ് ഇന്ത്യൻ്റെ കീഴിൽ, അതായത് മിനിസ്ട്രി ഓഫ് ദി റെയിൽവേൻ്റെ ഉള്ളിൽ നമ്മുടെ റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് ഉടനെ ക്ഷണിക്കാൻ പോകുന്നുണ്ട്. ഇത് ഏകദേശം അപ്രൂവൽ ആയിട്ടുള്ളത് 24/7/2024 ഇത് പ്രസിദ്ധീകരിച്ച ഡേറ്റ് 25 ശ്രദ്ധിച്ചിരിക്കുക. അതായത് ഈ മാസം തന്നെ. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് വേക്കൻസി ഫോർ പോസ്റ്റ് ഓഫ് നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറി അണ്ടർ ഗ്രാജുവേറ്റ്, അതുപോലെ തന്നെ ഗ്രാജുവേറ്റ്, +2 ഉള്ളവർക്കും പിന്നെ ഡിഗ്രി ഉള്ളവർക്കുമുള്ള അടിപൊളി അവസരങ്ങളാണ്. നമ്മുടെ സ്റ്റേഷൻ മാസ്റ്റർ ഉൾപ്പെടെയുള്ള അടിപൊളി അവസരങ്ങളാണ് മുന്നോട്ടേക്ക് വരാനുള്ളത്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറി അണ്ടർ ഗ്രാജുവേറ്റിന് ഏതൊക്കെ വരുന്നുണ്ടെന്ന്. അതായത് +2 ഉള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന പോസ്റ്റുകൾ ഏതൊക്കെ വരുന്നുണ്ടെന്ന് ഇവിടെ പറയുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ ടിക്കറ്റ് ക്ലർക്ക് ഉണ്ട്, പിന്നെ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് ജൂനിയർ ആണ്. ഇവിടെ അക്കൗണ്ടന്റ് ക്ലർക്കാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ജൂനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് പറയുന്നുണ്ട്. പിന്നെ ട്രെയിൻസ് ക്ലർക്ക് പോസ്റ്റ് പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ കൃത്യമായിട്ടുള്ള വേക്കൻസിയും കാര്യങ്ങളൊക്കെ ഇവിടെ റിപ്പോർട്ട് ചെയ്തതായിട്ടുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. മിനിമം +2 ഉള്ളവർക്ക് മാത്രമായിട്ട് 3,404 ഒഴിവുകളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറി ഗ്രാജുവേറ്റ് ലെവലിലേക്ക് വരുന്നത് ഗുഡ്സ് ട്രെയിൻ മാനേജർ ഉണ്ട്, അതുപോലെ തന്നെ സ്റ്റേഷൻ മാസ്റ്റർ, അതിനിവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും 963 ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ടിക്കറ്റ് സൂപ്പർവൈസർ ഉണ്ട്, അതുപോലെ തന്നെ അക്കൗണ്ടന്റ്, ജൂനിയർ അക്കൗണ്ടന്റ് കം ടൈപ്പിസ്റ്റ് പോസ്റ്റ് പറയുന്നുണ്ട്, അതുപോലെ തന്നെ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് പോസ്റ്റ് പറയുന്നുണ്ട്. ഇതൊക്കെ ഡിഗ്രി ലെവലാണ്. ഗ്രൂപ്പ് എയും അതുപോലെ തന്നെ ഗ്രൂപ്പ് ബിയും ഇതിൽ ഇൻക്ലൂഡഡ് ആണ് എന്ന് ശ്രദ്ധിച്ചിരിക്കുക. മൊത്തത്തിൽ ഇവിടെ നമ്മുടെ ഡിഗ്രി ലെവലിൽ ഏകദേശം 7,479 ഒഴിവുകൾ ഉണ്ടെങ്കിലും മൊത്തത്തിൽ ഗ്രാൻഡ് ടോട്ടലായിട്ട് +2 ലെവലും അതുപോലെ തന്നെ ഡിഗ്രി ലെവലും കൂടിയിട്ട് ഏകദേശം വരുന്നത് 10,884 ഒഴിവുകളിലേക്കാണ് പുതിയ റിക്രൂട്ട്മെന്റ് നമ്മുടെ RRB റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് ഉടനെ ക്ഷണിക്കാൻ പോകുന്നത്. ഇത് ഫേക്കൊന്നല്ല, ഒറിജിനൽ നോട്ടീസ് ആണ്. ട്രസ്റ്റബിൾ ആയിട്ടുള്ള സോഴ്സ് നിന്നാണ് ലഭിച്ചിട്ടുള്ളത്. നമ്മൾ മുൻപ് നമ്മുടെ RPF വരുമെന്ന് പറഞ്ഞ് ഇതുപോലൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് അനേക സ്ഥലങ്ങളിൽ നമ്മൾ കണ്ടതാണ്, വാർത്താ മാധ്യമങ്ങളിൽ പോലും നമ്മൾ കണ്ടതാണ് ഇത് ഫേക്ക് ആണെന്നുള്ള വിവരം. അതുപോലെ പല സ്ഥലത്തും നിങ്ങൾ കേൾക്കാനുള്ള ചാൻസ് ഉണ്ട് ഫേക്ക് അല്ല, ഇത് ഉടനെ വരും. ഇതിന്റെ ഡേറ്റ് ഒന്നും നമുക്ക് കൺഫേം ആയിട്ട് ലഭിച്ചിട്ടില്ല. അതായത് RPF വരുന്ന സമയത്ത് നമ്മൾ ഏകദേശം ഒരു ഡേറ്റ് ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഇതിന്റെയും ഒരു ഏകദേശ ഡേറ്റേ നമുക്ക് പറയാൻ സാധിക്കത്തുള്ളൂ. ഏകദേശം 1-1.5 മാസത്തിനുള്ളിൽ നമുക്ക് പ്രതീക്ഷിക്കാം. കൃത്യമായിട്ടുള്ള ഡേറ്റ് ഉടനെ ലഭിച്ചാൽ നിങ്ങളിലേക്ക് അറിയിക്കുന്നതായിരിക്കും. വളരെ നല്ല ഓപ്പർച്യൂണിറ്റിയാണ്. സ്റ്റേഷൻ മാസ്റ്റർ ഉൾപ്പെടെ ഇവിടെ പറയുന്നുണ്ട്. അത് മാത്രമല്ല, കേരളത്തിൽ ഇതിന്റെ വേക്കൻസി ഉണ്ടെന്നുള്ളതാണ് മറ്റ് പ്രധാനപ്പെട്ട കാര്യമായിട്ട് പറയാനുള്ളത്. സദേൺ റീജിയനിൽ ഒരുപാട് സ്ഥലത്തുണ്ട്. നോർത്ത്, അതുപോലെ തന്നെ അതിന്റെ അടിയിലായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും സൗത്ത് സെൻട്രലിലേക്കുള്ള വേക്കൻസി പറയുന്നുണ്ട്, സൗത്ത് ഈസ്റ്റിലേക്കുള്ള വേക്കൻസി പറയുന്നുണ്ട്, സൗത്ത് ഈസ്റ്റേണിലുള്ള മറ്റുള്ള വേക്കൻസിയും, അതുപോലെ തന്നെ സദേണിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ചെന്നൈ, അതുപോലെ തന്നെ TVC എന്ന് പറയുന്നത് നമ്മുടെ തിരുവനന്തപുരം സെൻട്രൽ ആണ് ഉദ്ദേശിക്കുന്നത്. അവിടെ വന്നിട്ടുള്ള വേക്കൻസീസ് നിങ്ങൾക്ക് ഇവിടെ നോക്കി മനസ്സിലാക്കാം ഏതൊക്കെ പോസ്റ്റ് ആണെന്ന് മുകളിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കേരളത്തിൽ വരെ വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ 10,884 നിന്ന് കേരളത്തിൽ വരെ വേക്കൻസി ഉണ്ടെന്ന് ശ്രദ്ധിച്ചിരിക്കുക. വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ മാക്സിമം ഈ കാര്യം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കാനായിട്ട് നിങ്ങൾ ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. തുടർന്നുള്ള അപ്ഡേറ്റുകൾ കൃത്യമായിട്ട് നിങ്ങളിലേക്ക് ലഭിക്കാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ ഓളിലാണെന്നും കൂടി ഉറപ്പുവരുത്തുക.